ഹായ് ഹലോ, ഞാൻ അമൽ ശിവ. ഇന്നത്തെ വീഡിയോ എൻ്റെ റൂം സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല റൂം സെറ്റിംഗ് എന്ന് പറയുന്നത്. റൂമിൽ ഈ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് ലൈറ്റൊക്കെ വെച്ച് ഈ മരത്തിനെയൊക്കെ ഇവിടെ പിടിപ്പിച്ച് മണി പ്ലാന്റൊക്കെ വെച്ചിരിക്കുമ്പോൾ തന്നെ വീട്ടുകാരും നാട്ടുകാരും പറയും, എന്തിൻ്റെ കേടാ ഇവന് വട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും എന്നെ. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആദ്യമൊന്നും എനിക്ക് റൂം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് റൂമൊക്കെ ആയപ്പോഴാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത്. ഇതൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും ഇതൊക്കെ വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ വൃത്തിയാക്കാനും കൂടി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ഇത് സെറ്റ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുപ്പിയിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ജനലൊക്കെ മാറാലയൊക്കെ തട്ടി നല്ല ബുദ്ധിമുട്ടാണ്. ഫാന് തുടയ്ക്കണം, റൂം ക്ലീൻ ചെയ്യണം, ബുക്കുകൾ കൃത്യമായിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ ലൈറ്റിൽ മാറാല വന്നിട്ടുണ്ടാകും, അതൊക്കെ തട്ടണം. പിന്നെ ഈ മരം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ എല്ലാം തട്ടി റൂമൊന്ന് സെറ്റാക്കി എടുക്കാൻ തന്നെ ഒരു ദിവസത്തിൻ്റെ പകുതി പോകും. കാരണം അത്രയ്ക്ക് പണിയുണ്ടാവും. കുപ്പിയൊക്കെ ആയതുകൊണ്ട് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോയാൽ ഞാൻ തന്നെ വൃത്തിയാക്കണം. അതാണ് മെയിൻ കാര്യം. നമ്മുടെ ലൈഫിൽ നമ്മൾ നാളേക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ എടുത്തു വെക്കാറുണ്ട്. അത് നാളെയെങ്കിലും നമ്മൾ ചെയ്യണം. നാളെ ആകുമ്പോൾ പറയും മറ്റന്നാൾ ചെയ്യാമെന്ന്. അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണെന്ന് തോന്നുന്ന ഒരു ദിവസം നമ്മളുടെ റൂമൊന്ന് മാറ്റിയെടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഈ റൂമിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അങ്ങനെ ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ പോസിറ്റീവ് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് കേൾക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ നെഗറ്റീവൊക്കെ കേട്ടിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റൂം വൃത്തിയാക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.